ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡും പഴമൊക്കെ വെച്ചിട്ടൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിലോളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ഇതിലേറെ ഉണ്ടെങ്കിൽ കുറച്ചും പാട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 8 ബ്രെഡൊക്കെ എടുത്താലും മതിയാവും കേട്ടോ. പിന്നെ 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ഇതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ വെറും ബ്രെഡ് എടുത്താലും മതി കേട്ടോ. മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് 4 പീസ് ബ്രെഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂൺ മൈദപ്പൊടി പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും പാടെ ബ്രെഡ് കുറച്ച് കൂട്ടിയെടുത്താൽ മതിയാവും. ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളത്തേക്ക് നിങ്ങൾക്ക് 8 ബ്രെഡ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കിട്ടും കേട്ടോ. ഇനി ബ്രെഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിലേറെ കട്ടിക്ക് എടുക്കണം കേട്ടോ. അപ്പോഴാണ് ശരിയായി കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ പഴം എടുക്കുന്നത് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഈ ചെറുപഴമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ട്. ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് അതിക്ക് 1/2 കപ്പ് തേങ്ങ ചെറുതായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലോണം ബ്രൗൺ നിറമൊന്നും വേണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായത് കൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കും വേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പഞ്ചസാരയുടെ വെള്ളമാണ് കാണുന്നത്. നല്ലോണം വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ മിക്സാക്കി വെച്ച കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയും പഴമൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അതും പാടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവ് ഇതിലേറെ കുറച്ചും പാടെ കട്ടിക്ക് എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ലൂസായി പോയിട്ടുണ്ട്. മൈദപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലൂസായി പോയത്. അപ്പോൾ ഞാൻ ഇതിലേറെ കുറച്ചും പാടെ കട്ടിക്ക് എടുക്കുമ്പോഴാണ് കേട്ടോ അതിന് നല്ലൊരു രീതിക്ക് കിട്ടുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴൊക്കെ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് ഇതുപോലെ ബാക്കിയുള്ള മിക്സും പാടെ ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് ഒരു 20 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ മൂടി വെച്ചതിന് ശേഷം
തീ പറ്റ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ ആവി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല അടിപൊളി ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എങ്ങനെ ഉണ്ടായിരുന്നില്ലേ കമൻറ്റ് ചെയ്യണേ.